മാലാപാർവതി, ഈ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ഈ അതുല്യ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു, പുതിയ ആരോപണങ്ങൾ കേട്ടു. അങ്ങേയറ്റം ഇങ്ങനെ തൊലി ഉരിഞ്ഞു പോകുന്ന നിലയിലേക്കാണ് ഈ അമ്മ എന്ന സംവിധാനം ഇപ്പോൾ വന്ന് പതിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു ശുദ്ധീകരണ പ്രക്രിയ അവിടെ വേണ്ടത്? അതുല്യയുടെ തുടർച്ചയായിട്ട് വേറെ വോയിസ് നോട്ടുകൾ പുറത്തു വരാനിരിക്കുകയാണ്. അപ്പോൾ അത് പുറത്തു വരും. അതുല്യ പറഞ്ഞൊരു വേർഷൻ, അതിന് പുറമേ വേറെ വലിയ ആരോപണങ്ങൾ ഉള്ള മറ്റ് വോയിസ് നോട്ടുകൾ ഞാൻ കേൾക്കാനിടയായി. അപ്പോൾ അത് 2 ദിവസത്തിനകം പുറത്തു വരുമായിരിക്കും. അതവിടെ നിൽക്കട്ടെ. എല്ലാവരെയും പിരിച്ചുവിടണം എന്നുള്ള കാര്യത്തിൽ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞ കാര്യമാണ്, എല്ലാവരെയും പിരിച്ചുവിടണം. പിന്നെ ഇപ്പം താങ്കൾ ചോദിച്ചല്ലോ, അൻസിബ ഇങ്ങനെ ഒരു ഭരണസമിതി രൂപീകരിക്കുമ്പോൾ ഇത് കേൾക്കാനുള്ള ആൾക്കാരെ വെക്കണമെന്ന്. അതിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ, അൻസിബയുടെ അറിവില്ലായ്മ കൊണ്ട് എൻ്റെ പേരൊക്കെ പറഞ്ഞതാണ്. ഞാനൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത് അൻസിബയോടൊപ്പം നിൽക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്ത് ഒരു സൈഡ് പറഞ്ഞ ആൾക്കാരെ ഒന്നും ഒരു നിഷ്പക്ഷമായ കമ്മിറ്റിയിൽ വരരുത്. അപ്പോൾ അത് അൻസിബയുടെ ഒരു ആശങ്കയിൽ നിന്ന് പറഞ്ഞതായിരിക്കാം. പിന്നെ രമേശ് പിഷാരുടെയും രാജ് ശ്രീനിവാസനും ന്യായമേ പറയുള്ളൂ എന്നുള്ള വിശ്വാസത്തിലും പറഞ്ഞതായിരിക്കാം. സത്യം പറഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രിയിലെ ഒരാളെ പോലും ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തരുതെന്നാണ് എൻ്റെ പക്ഷം. കാരണം സിനിമ ഇൻഡസ്ട്രി തന്നെ 2ഓ 3ഓ ആയിട്ടോ സ്പ്ലിറ്റ് ചെയ്ത് പലരോടൊപ്പം നിൽക്കുകയാണ്. ഇപ്പോൾ അവിടെ ഒരു ഓർഗനൈസേഷനല്ല, ആത്മയുണ്ട്, ലെമായുണ്ട്, അങ്ങനെ പല സംഘടനയിലെ ആൾക്കാർ പല പല ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നിന്ന് ഇപ്പോൾ ഈ നിഷ്പക്ഷരായിട്ടുള്ളവരുണ്ടെങ്കിൽ പോലും അവരെയും ഇതിനകത്ത് ഉൾപ്പെടുത്താതെ, മേ ബി ഒരു രഞ്ജി പണിക്കർ സാറിനെയോ വല്ലതും ഉൾപ്പെടുത്തിക്കൊണ്ട് പോലീസ്, ഒരു വക്കീൽ, അല്ലെങ്കിൽ സിനിമാ മന്ത്രി സജസ്റ്റ് ചെയ്യുന്ന ഒരു എല്ലാ 3 ഇടതുപക്ഷ അല്ലെങ്കിൽ കോൺഗ്രസ്, BJP എല്ലാത്തിൽ നിന്നും ആൾക്കാരെ ഇരുത്തിക്കൊണ്ട് നിഷ്പക്ഷരായ ഒരു സമിതി രൂപീകരിച്ച് അവർ കേൾക്കണം. ഇതിനകത്ത് സിനിമാ മന്ത്രി പറഞ്ഞു എന്ന് പറയുന്നത് കേട്ടു. എനിക്കതൊന്നും അറിയത്തില്ല, ഞാനത് എന്തോ തമ്മിലുള്ള വഴക്കാണ്, ഞാൻ ഇടപെടുന്നില്ലെന്ന്. അങ്ങനെയൊന്നും അല്ല. ഇത് സിനിമയെ ബാധിക്കുന്ന വിഷയമാണ്. അതിനകത്ത് നടക്കുന്നത് അങ്ങേയറ്റത്തെ ഗുരുതരമായ പ്രശ്നങ്ങളാണ്. അവിടെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്നത്തെ ഈ അതുല്യയുടെ പിന്നെ ഈ വോയിസ് ക്ലിപ്പ് കൊണ്ട് തീരുന്നതുമല്ല ഈ വിഷയം. ഇതിനപ്പുറത്തേക്കും പോകാനുണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ ഒരു അഭിപ്രായവും ഈ സമയത്ത് പറയുന്നില്ല. പാതി വെന്ത അറിവുകൾ കൊണ്ട് സംസാരിക്കരുതെന്നാണ് എൻ്റെ ഒരു വിചാരം. അതുകൊണ്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല. തീർച്ചയായിട്ടും ലേബർ കോർട്ടിൽ കൊടുത്തിരിക്കുന്ന വിഷയമാണ് അതുല്യയുടെ, അതിന് പരിഹാരം ഉണ്ടാവണം. അതേപോലെ അൻസിബ പരാതി കൊടുത്തിട്ടുണ്ട്, അതിനും പരിഹാരം ഉണ്ടാവണം. അൻസിബ നീനാക്കുറുപ്പ് പരാതി കൊടുത്തിട്ടുണ്ട് അതുല്യക്കെതിരെ, അതിനും പരാതി ഉണ്ടാവണം. അൻസിബയുടെ പരാതി ലക്ഷ്മിപ്രിയക്കെതിരെയാണ്, പിന്നെ അതുപോലെ ടിനി ടോമിനെതിരെയും കൊടുക്കുമെന്ന് പറയുന്നു. അപ്പം ഇവരെല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ്. എല്ലാവർക്കും പോലീസിൻ്റെ അടുത്ത് എത്തിയ പരാതികളാണ്. ഇതിലൊന്നും നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇത് അവർ കൊള്ളാം, ഇവർ കൊള്ളാം, ഇതിനകത്ത് അത് കൊള്ളുന്നതിൻ്റെ വിഷയമൊന്നുമല്ല. ആർക്കെതിരെ അനീതി നടന്നു എന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കണം. വ്യക്തിപരമായ സ്റ്റാൻഡുകൾ എനിക്കില്ല ഈ വിഷയത്തിൽ.